എല്ലാ പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. ഇന്ന് കേരള സർക്കാരിന്റെ അവസാനത്തെ ബജറ്റ് അവതരിപ്പിച്ച ദിവസമാണ്. ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ പോവുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രഖ്യാപനങ്ങളൊക്കെയുള്ള ഒരു ബജറ്റാണ് അവതരിപ്പിക്കപ്പെടുന്നത്. ആശ്വാസമായ ഒരുപാട് പ്രഖ്യാപനങ്ങൾ അതിലുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇനി ഈ ബജറ്റിന്റെ ഈ പറഞ്ഞിട്ടുള്ള പ്രഖ്യാപനങ്ങളുടെ കാലാവധി എത്ര, ആരായിരിക്കും ഇത് നടപ്പാക്കുക തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്ന ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ ബജറ്റുമായി ബന്ധപ്പെട്ടുള്ള വിവിധ ഫോക്കസുകളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രഖ്യാപനങ്ങളുമായി രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. സർക്കാരിന്റെ കാലാവധി തീരാൻ മാസങ്ങൾ മാത്രമാണ് ബാക്കിയെങ്കിലും ഒരു സാമ്പത്തിക വർഷം ലക്ഷ്യമിട്ടുള്ള വമ്പൻ ക്ഷേമ പദ്ധതി പ്രഖ്യാപനമാണ് 2 മണിക്കൂറും 53 മിനിറ്റും നീണ്ട പ്രസംഗത്തിലൂടെ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ നടത്തിയിരിക്കുന്നത്. കേരള ചരിത്രത്തിലെ 4ാമത് ദൈർഘ്യമേറിയ ബജറ്റാണ് മന്ത്രി അവതരിപ്പിച്ചത്. ആ ബജറ്റിൽ സർവ്വമേഖലകളെയും തലോടിക്കൊണ്ടാണ് ധനമന്ത്രി പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുന്നത്. ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ, സാധാരണക്കാരായ തൊഴിലാളികൾ, സർക്കാർ ജീവനക്കാർ എന്നിവർക്കായി വൻ ആനുകൂല്യങ്ങളാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 10 വർഷത്തിനിടെ ന്യൂ നോർമൽ കേരളത്തെ കെട്ടിപ്പടുക്കാനായി എന്നതാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാലിന്റെ അവകാശവാദം. 10 വർഷം മുമ്പുള്ള കേരളമല്ല ഇന്നത്തെ കേരളം എന്ന് ധനമന്ത്രി പറയുന്നു. ഏതാണ്ട് എല്ലാ മേഖലകളിലും കേരളം ന്യൂ നോർമൽ സൃഷ്ടിച്ചിരിക്കുകയാണ് എന്നാണ് മന്ത്രി പറഞ്ഞത്. രണ്ടാം LDF സർക്കാരിന്റെ അവസാനത്തെ ബജറ്റ് അവതരിപ്പിക്കുന്ന ഈ വേളയിൽ ധനമന്ത്രി നടത്തിയ ഈ പരാമർശം ഏറെ ശ്രദ്ധേയമാണ്. ഏറെ സന്തോഷത്തോടെയാണ് ബജറ്റ് അവതരിപ്പിക്കുന്നതെന്നും ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പാക്കിയെന്നതും കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. 10 വർഷം മുമ്പുള്ള കേരളമല്ല ഇന്നത്തെ കേരളം. ഏതാണ്ട് എല്ലാ മേഖലകളിലും കേരളം പുതിയ നോർമൽ, ന്യൂ നോർമൽ സൃഷ്ടിച്ചിരിക്കുകയാണ്. പഴയ നോർമലുമായി താരതമ്യം ചെയ്യാൻ പോലും കഴിയാത്ത രീതിയിൽ അതിശയകരവും അഭിമാനകരവുമായ പുരോഗതിയാണ് ജനജീവിതത്തിന്റെ എല്ലാ തുറകളിലും ഉണ്ടായിരിക്കുന്നത്. ഈ സമ്മേളനകാലത്ത് ഓരോ വികസന തുറയിലും വന്ന മാറ്റങ്ങൾ വിശദമായി ചർച്ച ചെയ്യപ്പെടണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. സ്ഥിതിവിവര കണക്കുകളും ഉദാഹരണങ്ങളും നിരത്തി സംസ്ഥാനം നേടിയ അഭിമാനകരമായ നേട്ടങ്ങൾ അവതരിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പ്രതിപക്ഷത്തിന് പറയാനുള്ള കാര്യങ്ങൾ ക്ഷമയോടെ കേട്ടിരിക്കാനും ഞങ്ങൾ സന്നദ്ധരാണ്. അങ്ങനെ ഒരു ചർച്ച ഈ സഭയിൽ നടന്നാൽ അത് നമ്മുടെ ജനാധിപത്യത്തിന്റെ ഒരു നല്ല മാതൃകയായിരിക്കും സൃഷ്ടിക്കുക. സർ, 2025-26 ബജറ്റ് പ്രസംഗത്തിന്റെ തുടക്കത്തിൽ ഞാൻ ചില സന്തോഷ വർത്തമാനങ്ങൾ പങ്കുവച്ചിരുന്നു. ദീർഘകാലമായി സംസ്ഥാന സർക്കാർ നേരിട്ടിരുന്ന ധനവൈഷമ്യത്തിൽ നിന്നും നാം കരകയറിയിരിക്കുന്നു എന്നായിരുന്നു ആദ്യത്തെ പ്രസ്താവം. കേരളം സാമ്പത്തിക വളർച്ചയോടെ ഒരു ഉയർന്ന ഘട്ടത്തിലേക്ക് കടക്കാനുള്ള ടേക്ക് ഓഫിന് സജ്ജമായിരിക്കുന്നു എന്ന കാര്യവും തുടക്കത്തിൽ തന്നെ എടുത്തു പറഞ്ഞിരുന്നു. സർ, പുതിയ ബജറ്റ് പ്രസംഗത്തിൽ എനിക്ക് കൂടുതൽ സന്തോഷ വർത്തമാനങ്ങൾ പങ്കുവെക്കാനുണ്ട്. എന്നാൽ അവയിലേക്ക് കടക്കുന്നതിന് മുമ്പ് കേരളീയരെ ആശങ്കപ്പെടുത്തുന്ന എന്നാൽ ജാഗ്രതയോടെ നീങ്ങിയാൽ ഒഴിവാക്കാനാകുന്ന ഒരു അപകടത്തെക്കുറിച്ച് പറയേണ്ടതുണ്ട്. സർ, എത്ര ബജറ്റ് അവതരിപ്പിച്ചാലും എത്ര ലക്ഷം കോടി ചെലവാക്കിയാലും കിട്ടാത്തൊരു സ്വത്ത് കേരളത്തിന് സ്വന്തമായി ഉണ്ട്. കേരളീയരുടെ ഒത്തൊരുമ എന്നാണ് ആ മഹത്തായ സ്വത്തിൻ്റെ പേര്. ശാന്തിയും സമാധാനവും മതസൗഹാർദ്ദവും ഒത്തൊരുമയും നിലനിർത്താനാവുന്നു എന്നാണ് നമ്മുടെ ഭാവി വളർച്ചയുടെയും ഐശ്വര്യത്തിന്റെയും ഏറ്റവും വലിയ ഗ്യാരണ്ടി. അപ്പോ ഇതാണ് ബജറ്റ് അവതരണ പ്രഖ്യാപനത്തിന്റെ ആദ്യ ഭാഗത്ത് ഒരു പുതിയ ന്യൂ നോർമൽ എന്ന പ്രഖ്യാപനം അല്ലെങ്കിൽ ഒരു വിശേഷണം ധനമന്ത്രി കൊടുത്തത്. കേരളത്തിന്റെ വികസന മുന്നേറ്റങ്ങളെ അടയാളപ്പെടുത്താനാണ് മന്ത്രി ഈ പദം ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ആദ്യമായി തുടർഭരണം കിട്ടിയ സർക്കാരാണ്. അപ്പോൾ 10 വർഷം ഒന്നാം പിണറായി സർക്കാർ, രണ്ടാം പിണറായി സർക്കാരുകൾ ബജറ്റ് അവതരിപ്പിച്ചു. അപ്പോൾ അവരുടെ അവസാന ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഈ പുതിയ ഒരു വാക്ക് പറഞ്ഞുകൊണ്ടാണ് ഈ 10 വർഷത്തെ പ്രവർത്തനത്തെ ധനമന്ത്രി വിശേഷിപ്പിച്ചിരിക്കുന്നത്. അത് ന്യൂ നോർമൽ എന്നാണ്. ഒരു വലിയ പ്രതിസന്ധിക്ക് ശേഷം സമൂഹം കൈവരിക്കുന്ന പുതിയതും ഉയർന്നതുമായ ജീവിത സാഹചര്യങ്ങളെയാണ് ന്യൂ നോർമൽ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. പഴയ കാലത്തെ വികസന മാതൃകകളുമായി താരതമ്യം ചെയ്യാൻ പോലും കഴിയാത്ത വിധം അതിശയകരവും അഭിമാനകരവുമായ പുരോഗതിയാണ് ജനജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഈ പദം പ്രയോഗിച്ചുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഹൈടെക് ക്ലാസ് റൂമുകൾ, നവീകരിച്ച പൊതുജനാരോഗ്യ കേന്ദ്രങ്ങൾ, വിപുലമായ ഡിജിറ്റൽ സേവനങ്ങൾ, സാമൂഹിക സുരക്ഷാ പെൻഷനുകളുടെ കൃത്യമായ വിതരണം എന്നിവയെല്ലാം തങ്ങളുടെ മേന്മയായി ഈ സർക്കാരുകൾ അവതരിപ്പിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒരൊറ്റ പദത്തിലേക്ക് ചുരുക്കിക്കൊണ്ട് മലയാളിക്ക് ഒരു പുതിയ
സ്വാഭാവികതയാണ് ഞങ്ങൾ സൃഷ്ടിച്ചത് എന്നത് വ്യക്തമാക്കാനാണ് മന്ത്രി ഈ പദപ്രയോഗം നടത്തിയിരിക്കുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ഈ ബജറ്റിന്റെ ഒരു പ്രധാന ഹൈലൈറ്റ് തന്നെയായി മാറുന്നു. കേന്ദ്രത്തിന്റെ സംസ്ഥാനത്തോടുള്ള അവഗണനയ്ക്കിടയിലും സംസ്ഥാനം പിടിച്ചു നിന്നു. വികസനത്തിൽ കുറവുണ്ടായിട്ടില്ല. തൊടുന്യായം പറഞ്ഞ് കേന്ദ്രം തങ്ങൾക്ക് അർഹമായ വിഹിതം വെട്ടുകയാണ് ചെയ്തത്. സംസ്ഥാനത്തിന്റെ കടം താങ്ങാവുന്ന പരിധിയിൽ ആണ് എന്നും KN ബാലഗോപാൽ ബജറ്റ് അവതരണ വേളയിൽ പറഞ്ഞു. അതായത് നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കേന്ദ്രം എങ്ങനെയാണ് സംസ്ഥാനത്തോട് സ്വീകരിക്കുന്ന സമീപനം എന്ന് പറഞ്ഞു. അതിന്റെ ഒരു ആവർത്തനം കൂടി ധനമന്ത്രി ഇന്ന് സഭയിൽ നടത്തി. കേന്ദ്രം സംസ്ഥാനത്തിനുള്ള നികുതി വിഹിതം വെട്ടിക്കുറയ്ക്കുകയാണെന്നും വായ്പാ പരിധി കുറച്ചുവെന്നും തൊഴിലുറപ്പ് പദ്ധതിയുടെ അന്ത്യത്തിന്റെ ആരംഭം കുറിച്ചുവെന്നും ധനമന്ത്രി പറഞ്ഞു. സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക അധികാരം കേന്ദ്രം കവർന്നെടുക്കുകയാണെന്നും സാമ്പത്തിക അവകാശങ്ങളിൽ കേന്ദ്രത്തിന്റെ കടന്നുകയറ്റമാണ് നടക്കുന്നതെന്നും ധനമന്ത്രി കുറ്റപ്പെടുത്തി. അപ്പോൾ കേന്ദ്രത്തിനെതിരായ ശക്തമായ നിലപാടുകൾ ഈ പ്രസംഗത്തിൽ നമുക്ക് കാണാം. അതിന്റെ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഒപ്പം തന്നെ കേന്ദ്രത്തിനോടുള്ള ചെറുത്തുനിൽപ്പ്, കേന്ദ്രത്തിന് മറുപടിയായി സിൽവർ ലൈൻ, ഒപ്പം തന്നെ സിൽവർ ലൈന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന സിൽവർ ലൈന് പകരമായും പ്രഖ്യാപിച്ച കേരളത്തിന്റെ തെക്ക് വടക്ക് മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പുതിയ അതിവേഗ റെയിൽ പദ്ധതിയായ റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം അഥവാ RRTSന്റെ ബജറ്റിൽ 100 രൂപ അനുവദിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. അതൊരു പ്രഖ്യാപനം മാത്രമല്ല, ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള നീക്കമാണ്. RRTSന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായാണ് ഈ തുക നീക്കിവെച്ചിരിക്കുന്നതെന്നും ബജറ്റ് പ്രസംഗത്തിനിടെ ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. അപ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നീളുന്ന 583 കിലോമീറ്റർ ദൈർഘ്യമുള്ള അതിവേഗ റെയിൽപാതയൊരുക്കുന്ന RRTSന് കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭായോഗം തത്വത്തിൽ അനുമതി നൽകിയിരുന്നു. ആ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു എന്നതിന്റെ സൂചനയാണ് ആ പ്രഖ്യാപനത്തിലൂടെ മന്ത്രി നടത്തിയത്. സർ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അതിവേഗ യാത്രാ സൗകര്യം അനിവാര്യമാണ് എന്നത് നമുക്കെല്ലാം അറിവുള്ളതും ബോധ്യമുള്ളതുമാണല്ലോ. ഡൽഹി മീററ്റ് RRTS കോറിഡോർ മാതൃകയിൽ 4 ഘട്ടമായിട്ടാണ് കേരളത്തിൽ ഈ സംവിധാനം വിഭാവനം ചെയ്യുന്നത്. ഈ പദ്ധതിക്ക് കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയം പിന്തുണ അറിയിച്ചിട്ടുണ്ട്. അതനുസരിച്ച് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ 1ാം ഘട്ടം, തൃശൂർ കോഴിക്കോട് 2ാം ഘട്ടം, കോഴിക്കോട് കണ്ണൂർ 3ാം ഘട്ടം, കണ്ണൂർ കാസർഗോഡ് 4ാം ഘട്ടം എന്ന നിലയിലാണ് പദ്ധതി തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത്. പൊതുവിൽ ഉയർന്ന തൂണുകളിൽ കൂടി പോകുന്ന ഈ ഗതാഗതത്തിന്റെ പ്രത്യേകത നഗര മെട്രോ പദ്ധതികളുമായി സംയോജിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 100 കോടി രൂപ അനുവദിക്കുന്നു. അപ്പോൾ ആ പദ്ധതിക്ക് വേണ്ടിയുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നു എന്ന സന്ദേശം കൂടി നൽകുന്നു. അത് കേന്ദ്രത്തിനോടുള്ള ഒരു ചെറുത്തുനിൽപ്പാണ്, കേന്ദ്ര പദ്ധതിക്കുള്ള ഒരു ബദലാണ്, ആ ഒരു പ്രഖ്യാപനമാണ്. മറ്റൊന്ന്, വോട്ടിന് വേണ്ടി വർഗീയത പറയുന്നത് ആര് എന്നതാണല്ലോ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന വലിയ പ്രചരണം സംസ്ഥാനത്ത്. ഒപ്പം അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളുമാണ് നടക്കുന്നത്. അവിടെ മതസൗഹാർദ്ദത്തിന്റെ ഇഴകൾ പരസ്പരം ചേർത്ത് നിർത്തുന്ന അയ്യപ്പനെയും വാവരെയും പരാമർശിച്ചിട്ടുള്ള മന്ത്രി KN ബാലഗോപാലിന്റെ പരാമർശങ്ങൾ വളരെ ശ്രദ്ധേയമായി. കേരളത്തിന്റെ ചരിത്രപരമായ ഈ സൗഹാർദ്ദത്തെ കൂടുതൽ കരുതലോടെ കാത്തുസൂക്ഷിക്കാൻ കേരളത്തിലെ മതസാംസ്കാരിക സൗഹാർദ്ദത്തിന്റെ ചരിത്രവും നാൾവഴികളും വിശദമായും വിശകലനാത്മകമായും രേഖപ്പെടുത്താൻ ഒരു പദ്ധതി ആവിഷ്കരിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്ന വിവരം ധനമന്ത്രി പ്രഖ്യാപിക്കുന്നു. ഇതിനായി ഈ ബജറ്റിൽ 10 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. അങ്ങനെ മതസൗഹാർദ്ദം സംരക്ഷിക്കാൻ ബജറ്റ് വിഹിതം മാറ്റിവെച്ചതിലൂടെയും KN ബാലഗോപാലിന്റെ ബജറ്റ് വ്യത്യസ്തമായിരിക്കുകയാണ്. ഒപ്പം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പൗരത്വം തെളിയിക്കുന്നതിൽ വരുന്ന ആശങ്കകളൊക്കെ ചൂണ്ടിക്കാട്ടി നേരത്തെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതാണ് നേറ്റിവിറ്റി കാർഡ് പദ്ധതി. എല്ലാ പൗരന്മാർക്കും നേറ്റിവിറ്റി കാർഡുകൾ നൽകാൻ നിയമനിർമ്മാണം നടത്താൻ 20 കോടി രൂപ മാറ്റിവെച്ച ധനമന്ത്രി ആ പദ്ധതിക്കെതിരെ എതിർപ്പുകൾ ഉണ്ടായിരുന്നു. അതിനിടയിലും അത് പ്രഖ്യാപനം മാത്രമല്ല എന്ന സന്ദേശം കൂടിയാണ് നൽകിയത്. സർ, രാജ്യത്ത് പൗരത്വ നിയമം നടപ്പിലാക്കാനുള്ള കേന്ദ്ര സർക്കാർ ശ്രമങ്ങളെ കേരള സർക്കാരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിശക്തമായി എതിർക്കുകയുണ്ടായി. ഇപ്പോൾ SIR അടിസ്ഥാനത്തിൽ വോട്ടർ പട്ടിക പരിഷ്കരിക്കാനുള്ള നീക്കങ്ങളിൽ ജനങ്ങളിൽ ആശങ്ക വന്നിട്ടുണ്ട്. SIR സംബന്ധിച്ച് ശക്തമായ നിലപാടുകൾ കേരള സർക്കാർ കേന്ദ്രത്തെയും സുപ്രീം കോടതിയെയും അറിയിച്ചിട്ടുണ്ട്. SIR നടപ്പിലാക്കുന്നത് ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ള ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. തലമുറകളായി കേരളത്തിൽ ജീവിച്ചു വരുന്ന മനുഷ്യരുടെ ഇതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കുന്നതിനായി സംസ്ഥാനം നേറ്റിവിറ്റി കാർഡ് എന്ന രേഖ നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കേരളത്തിലെ എല്ലാ പൗരന്മാർക്കും നേറ്റിവിറ്റി കാർഡുകൾ നൽകുന്നതിനുള്ള നിയമനിർമ്മാണം നടത്താൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന്റെ ചെലവുകൾക്കായി പ്രാഥമികമായി 20 കോടി രൂപ നീക്കിവെക്കുന്നു. അപ്പോ എന്താണ് ഇതുവരെയുള്ള ഈ 10 വർഷത്തെ കേരള നിർമ്മിതി, ന്യൂ നോർമൽ കേരളം എന്ന പ്രഖ്യാപനത്തിലൂടെ മന്ത്രി നടത്തിയിരിക്കുന്നു. ഒപ്പം
കേന്ദ്രത്തിനോട് ചെറുത്തുനിൽപ്പ് ഏത് വിധത്തിൽ നടത്തുന്നു എന്നത് വിശദമാക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ഒപ്പം കേന്ദ്രത്തിനോട് തന്നെ കേന്ദ്രം പ്രഖ്യാപിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നീക്കം നടത്തുന്ന പദ്ധതിക്ക് ബദലായി അതിവേഗ റെയിൽ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നു എന്ന സൂചന നൽകുന്നു. ഒപ്പം ക്ഷേമ പ്രഖ്യാപനങ്ങൾ കൂടിയാണ് ഇന്നത്തെ ബജറ്റിലുണ്ടായത്. അപ്പോൾ ഇതായിരുന്നു അതിന്റെ ആമുഖം. ഈ രീതിയിലുള്ള സന്ദേശങ്ങളാണ് ധനമന്ത്രിയുടെ ബജറ്റിൽ നൽകിയത്. ഇനി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ക്ഷേമ പ്രഖ്യാപനങ്ങൾ, മറ്റ് എന്തൊക്കെ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ ബജറ്റിലുണ്ട് എന്നതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ക്ഷേമ ബജറ്റാണോ ഇത്? അടിസ്ഥാന വികസനത്തിന് ഈ ബജറ്റിൽ എന്തൊക്കെയുണ്ട് നോക്കാം. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ മുടങ്ങില്ലെന്ന് ഉറപ്പാണ് ബജറ്റിന്റെ ഹൈലൈറ്റ്. ക്ഷേമ പെൻഷനായി 14,500 കോടി രൂപയാണ് ഈ ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. സ്ത്രീ സുരക്ഷാ പെൻഷനായി 3,820 കോടി രൂപ അനുവദിച്ചു. ഈ സർക്കാരിന്റെ വളരെ നിർണായകമായിട്ടുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു സ്ത്രീ സുരക്ഷാ പെൻഷൻ. അതിൽ നിന്ന് പിന്നോട്ടില്ല, അത് കിട്ടിത്തുടങ്ങും എന്ന ഉറപ്പാണ് 3,820 കോടി രൂപ അതിൽ അനുവദിച്ചതിലൂടെ സർക്കാർ വ്യക്തമാക്കുന്നത്. സാധാരണക്കാരായ കരാർ താൽക്കാലിക ജീവനക്കാരുടെ വേതനത്തിൽ കാര്യമായ വർധനവ് വരുത്തി. അങ്കണവാടി വർക്കർമാർക്ക് 1000 രൂപ വർദ്ധിപ്പിച്ചു. അങ്കണവാടി ഹെൽപ്പർമാർക്ക് 500 രൂപയുടെ വർധന, ആശാ വർക്കർമാർക്ക് 1000 രൂപയുടെ വർധന, പ്രീ പ്രൈമറി അധ്യാപകർക്ക് 1000 രൂപ വർധന, സാക്ഷരതാ പ്രേരകന്മാർക്ക് 1000 രൂപയുടെ വർധന, സ്കൂൾ പാചക തൊഴിലാളികളുടെ ദിവസവേതനത്തിൽ 25 രൂപയുടെ വർധന, അസംഘടിത മേഖലയ്ക്ക് ഇൻഷുറൻസ് പരിരക്ഷ, ഇൻഷുറൻസ് പരിരക്ഷ. ഇതൊക്കെയാണ് ക്ഷേമ പ്രഖ്യാപനങ്ങൾ എന്ന് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വലിയൊരു കരുതൽ തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നതാണ് നമ്മൾ കാണേണ്ടത്. അവിടെ പക്ഷേ 2,500 രൂപയായി പെൻഷൻ ഉയർത്തും എന്ന പ്രഖ്യാപനത്തിലേക്ക് ഈ അവസാന ബജറ്റിലും എത്തുന്നില്ല എന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ ക്ഷേമ പെൻഷനുകൾ മുടങ്ങില്ല എന്ന സൂചന നൽകുന്നു എന്നതാണ് ഏവരെയും സംബന്ധിച്ച് വലിയ ആശ്വാസമായി മാറുന്ന ഘടകം. എന്താണ് അടിസ്ഥാന വികസനത്തിന് മാറ്റിവെച്ചിട്ടുള്ളത്? ജലസേചനത്തിനും വെള്ളപ്പൊക്ക നിയന്ത്രണത്തിനും തീരദേശ പരിപാലനത്തിനുമായി 623 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. വൻകിട ഇടത്തരം ജലസേചനത്തിന് 233.82 കോടി രൂപ, ചെറുകിട ജലസേചനത്തിന് 206.96 കോടി രൂപ, വെള്ളപ്പൊക്ക നിയന്ത്രണത്തിന് തീരദേശ സംരക്ഷണത്തിനും നിയന്ത്രണത്തിനുമൊക്കെയായി 181.57 കോടി രൂപ, കുട്ടനാട് വെള്ളപ്പൊക്ക നിയന്ത്രണ പദ്ധതിയുടെ വിഹിതം 3.50 കോടി രൂപ അധികമായി ഉൾപ്പെടുത്തിക്കൊണ്ട് 60.50 കോടി രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുന്നു. കുട്ടനാട് മേഖലയിലെ വെള്ളപ്പൊക്ക നിയന്ത്രണത്തിന് സമഗ്ര പദ്ധതി തയ്യാറാക്കുന്ന പ്രക്രിയ തുടങ്ങുന്നതിന് 50 കോടി രൂപ വകയിരുത്തി. വ്യവസായ മേഖലയ്ക്കായി വലിയ കരുതൽ ഈ ബജറ്റിന്റെ ഭാഗമായി ഉണ്ട്. 1,417 കോടി രൂപയാണ് വിഹിതം മാറ്റിവെച്ചിരിക്കുന്നത്. മുൻ വർഷത്തേക്കാൾ 122.54 കോടി രൂപ വ്യവസായ മേഖലയ്ക്കായി മാറ്റിവെക്കുന്നു. വ്യവസായം ധാതുക്കളും എന്ന മേഖലയ്ക്കാകെ 1,973.51 കോടി രൂപ വകയിരുത്തുന്നു. ഇത് മുൻ വർഷത്തേക്കാൾ 154.15 കോടി രൂപ അധികമാണ്. MSME മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസിന്റെ രംഗത്ത് സുപ്രധാന, നമുക്കറിയാം വ്യവസായ രംഗത്ത് ഈ ചെറുകിട വ്യവസായ രംഗത്ത് വളരെ സുപ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളതാണ് MSMEകൾ. MSME വാണിജ്യ മേഖലകളുടെ വിഹിതം 310 കോടി രൂപയായി ഉയർത്തിയതായി ധനമന്ത്രി പറയുന്നു. സംരംഭക വർഷം ക്യാമ്പയിനിലൂടെ 3.82 ലക്ഷത്തിലധികം സംരംഭങ്ങൾ ആരംഭിക്കാനായി എന്ന് പറഞ്ഞ മന്ത്രി ഇതിലൂടെ 25,227 കോടി രൂപയുടെ നിക്ഷേപം ആകർഷിക്കാനായി എന്ന് വ്യക്തമാക്കി. ചെറുകിട സംരംഭങ്ങളെ ഇടത്തരം സംരംഭങ്ങളാക്കി ഉയർത്തുന്ന മിഷൻ 1000 പദ്ധതിക്ക് 35 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. പരമ്പരാഗത വ്യവസായങ്ങളുടെ വിഹിതം 242.32 കോടി രൂപയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സമഗ്ര സാമ്പത്തിക പുനർരൂപീകരണ പദ്ധതിക്കായി 294.60 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട്. പ്രതിരോധ ഗവേഷണ വികസന ഇടനാഴിക്ക് 50 കോടി, കൈത്തറി രംഗത്തിന് 59 കോടി വകയിരുത്തി. റെയർ എർത്ത് ഖനനത്തിന് വിഴിഞ്ഞം, ചവറ, കൊച്ചി ഇടനാഴി ഒരുക്കും. ഇതിനായി 10 കോടി രൂപയാണ് ബജറ്റ് വിഹിതമായി മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ബജറ്റിന്റെ ഭാഗമാണ്. സംസ്ഥാനത്ത് ഗ്രാമീണ അപ്പാറൽ പാർക്കുകളും
മേഖലാധിഷ്ഠിത ഇലക്ട്രോണിക് അസംബ്ലിംഗ് പാർക്കുകളും സ്ഥാപിക്കുമെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചു. IT മേഖലയ്ക്ക് 548 കോടി വകയിരുത്തി. IT മേഖലയ്ക്കുള്ള ബജറ്റ് വിഹിതം ഈ 548 കോടിയായി ഉയർത്തുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ തവണ 517 കോടിയായിരുന്നു നീക്കിവെച്ചിരുന്നത്. കെ-ഫോൺ പദ്ധതിക്കായി 112.44 കോടി രൂപ വകയിരുത്തി. സംസ്ഥാനത്തെ 3 IT പാർക്കുകൾക്കുമായി 63 കോടി രൂപയാണ് നീക്കിവെച്ചിട്ടുള്ളത്. ക്ഷേമരംഗങ്ങളിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന സർക്കാർ കേരളത്തിലേതാണ്. അതിവിപുലമായ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. സർ, നാളിതുവരെ ക്ഷേമ പെൻഷനായി രണ്ടാം പിണറായി സർക്കാർ നൽകിയ തുക 48,383.83 കോടി രൂപയാണ്. 62 ലക്ഷം ജനങ്ങൾക്ക് മുടക്കമില്ലാതെ എല്ലാ മാസവും 2000 രൂപ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എത്തിക്കുന്നു. സർ, ഈ സർക്കാർ കാലാവധി പൂർത്തിയാക്കുമ്പോഴേക്കും 54,000 കോടി രൂപ ക്ഷേമ പെൻഷനായി ജനങ്ങളുടെ കയ്യിൽ എത്തിച്ചിരിക്കും. 1/2 ട്രില്യൺ രൂപ ക്ഷേമ പെൻഷനായി കേരളത്തിലെ സാധാരണക്കാർക്ക് നൽകിയ സർക്കാരാണിത്. ഇത് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ഇത്രയും സുസ്ഥിരവും വിശ്വാസത ഉള്ളതുമായ ഒരു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി ഇല്ല സർ. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 5 വർഷം കൊണ്ട് 10,700 കോടി രൂപയാണ് മാത്രമാണ് ക്ഷേമ പെൻഷനായി നൽകിയത്. എന്നാൽ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് മുൻ സർക്കാരിന്റെ കുടിശ്ശികയായ തുക ഉൾപ്പെടെ 35,089 കോടി രൂപ നൽകി. 1-2 പിണറായി സർക്കാരുകൾ 10 വർഷം കൊണ്ട് ക്ഷേമ പെൻഷനായി നൽകിയത് 90,000 കോടി രൂപയാണ്. സർ, ഒരു മാസത്തെ കുടിശ്ശിക പോലും ഇല്ലാതെ മുഴുവൻ ഗുണഭോക്താക്കളിലേക്കും പെൻഷൻ കൃത്യമായി എത്തുകയാണ്. സർ, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷാ പദ്ധതി, മുഖ്യമന്ത്രിയുടെ കണക്ട് വർക്ക്, സ്കോളർഷിപ്പ് ഉൾപ്പെടെ പദ്ധതികളോട് മാത്രം 1 കോടി ആളുകളിലേക്കാണ് സർ സർക്കാരിന്റെ സഹായം എത്തുന്നത്. ഇപ്പോൾ ഡൽഹിയിൽ സുപ്രധാനമായ മറ്റൊരു ചടങ്ങ് നടക്കുകയാണ്. റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചുകൊണ്ട് ബീറ്റിംഗ് റിട്രീറ്റ് നടക്കുകയാണ്. പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക്.
റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് അവസാനിക്കുന്നതിന്റെ ഭാഗമായി നടന്ന ബീറ്റിംഗ് റിട്രീറ്റ് പരിപാടിയുടെ തത്സമയ സംപ്രേഷണമാണ് കണ്ടത്. ഇപ്പോൾ ബജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം ധനമന്ത്രി ന്യൂസ് 18 ചേരുകയാണ്. ധനമന്ത്രി കെ.എൻ. ബാലഗോപാലുമായി ഡാൻ കുര്യൻ നടത്തുന്ന അഭിമുഖം കാണാം. ബജറ്റിലെ പ്രതീക്ഷകൾ പങ്കുവച്ച് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ന്യൂസ് 18 ചേരുന്നു. നമസ്കാരം. വലിയ തിരക്കുള്ള ദിവസം, 3-4 ദിവസമായി ഉറക്കമില്ലാതിരിക്കുകയാണെന്നറിയാം. എങ്കിലും അല്പസമയം ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി പ്രധാനമായി ഇത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രകടന പത്രികയുടെ മിനിയേച്ചർ രൂപമാണ് ബജറ്റിൽ ഉണ്ടായത് എന്നാണ് പറയുന്നത്. താങ്കൾ അതിനെ എങ്ങനെ മറുപടി? അതല്ല, കഴിഞ്ഞ 5 വർഷത്തെ ബഡ്ജറ്റ് എടുത്താലും കഴിഞ്ഞ വർഷങ്ങളിലെ ബഡ്ജറ്റ് എടുത്താലും അതിനു മുമ്പത്തെ LDF ബഡ്ജറ്റ് എടുത്താലും കൃത്യമായി നാട്ടിലെ കാര്യങ്ങൾ ടച്ച് ചെയ്ത് പറയുന്ന രീതിയാണുള്ളത്. ഇവിടെ അത് തന്നെയാണ് പറഞ്ഞത്. വരാനുള്ള കുറച്ച് കാര്യങ്ങൾ, ടാക്സിൻ്റെ അധികം പ്രപ്പോസൽ ഇല്ലാന്നൊരു കാര്യം വേണമെങ്കിൽ ഞാൻ സമ്മതിക്കാം. ബാക്കി എല്ലാ കാര്യങ്ങളും ഗ്രോത്തുമായി ബന്ധപ്പെട്ടതാണ്, ആളുകൾക്ക് വെൽഫെയർ ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ടതാണ്, പുതിയ തൊഴിലവസരങ്ങളുമായി ബന്ധപ്പെട്ടതാണ്, ഇക്കണോമി ചലിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ്. അതെല്ലാ മേഖലയും ടച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും സാധാരണക്കാരായ തൊഴിലാളികൾ, സാധാരണ ആരും പരിഗണിക്കാത്ത, ഇതുവരെ അങ്ങനെ പരിഗണിക്കാത്ത ഗിഗ് വർക്കേഴ്സ്, പിന്നെ വലിയ നമ്പർ നമ്മുടെ അസംഘടിതരായിട്ടുള്ള മേഖലയുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് പ്രത്യേക പരിഗണന, നമ്മുടെ ആശാംഗൻവാടി പാചക തൊഴിലാളിയെ സാക്ഷരത, അവരെയെല്ലാം പരിഗണിക്കുന്നു. ഇങ്ങനെ എല്ലാ മേഖലയും ഉണ്ട്. അതേസമയം ഏറ്റവും മോഡേൺ ടെക്നോളജി, ഏറ്റവും പുതിയ വ്യവസായങ്ങൾ, അതിൻ്റെ കാര്യവും പരിഗണിക്കുന്നുണ്ട്. ഇതെല്ലാം നോക്കിയിട്ടാണ്. അപ്പോൾ എല്ലാ മേഖലയും ടച്ച് ചെയ്യുന്ന ഒരു പരിപാടി തന്നെയാണ് വന്നത്. ഈ പ്ലാനിംഗ് എസ്റ്റിമേറ്റിനെ ഒരു പൊളിറ്റിക്കൽ എസ്റ്റിമേറ്റ് ആക്കി മാറ്റി എന്ന വിമർശനമാണ് പ്രതിപക്ഷ നേതാക്കളൊക്കെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഉന്നയിച്ചത്. അതിനെ എങ്ങനെ രാഷ്ട്രീയമായി മറുപടി പറയും? എനിക്കത് മനസ്സിലായിട്ടില്ല. പ്ലാനിംഗ് എസ്റ്റിമേറ്റ് എങ്ങനെ പൊളിറ്റിക്കൽ എസ്റ്റിമേറ്റായ? ബേസിക്കലി ഒരു ഡോക്യുമെൻറ്റിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട്സ് ആണ്. അത് നമ്മുടെ ഗവൺമെൻറ് അക്കൗണ്ടിങ് C&AG മറ്റൊരു ഒക്കെ നോക്കുന്നതും എല്ലാ കണക്കുകളുമായി കണക്ട് ചെയ്തിട്ടുള്ളതാണല്ലോ ബേസിക് ഡോക്യുമെൻറ്റ്, പ്ലാൻ ആയാലും നോൺ പ്ലാൻ ആയാലും. പിന്നെ ചില ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ, പൊളിറ്റിക്കൽ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയതാണ്, കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം തന്നെ പറയാനായിട്ട് ഞാൻ വേണ്ടല്ലോ. എൻ്റെ രാഷ്ട്രീയത്തിൻ്റെയും മുന്നണിയുടെയും നയം ഇതാണ്, എല്ലാവർക്കും സഹായം എത്തിക്കുന്നതാണ് എന്ന് പറയുന്ന കാര്യം പറയുമ്പോൾ അവർ പൊളിറ്റിക്കലാണെന്ന് പറയും. പിന്നെ ഇത് നടപ്പിലാക്കാനും പറ്റാത്തതാണെന്ന് അവർ പറയുന്നുണ്ട്. നടപ്പിലാക്കാൻ പറ്റാത്തതാണെന്നാണ് കഴിഞ്ഞ 5 വർഷം മുമ്പ് 1ാം പിണറായി സർക്കാരിൻ്റെ അവസാന ബഡ്ജറ്റിൽ ഡോക്ടർ തോമസ് ഐസക്ക് ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ പറഞ്ഞത് നടപ്പിലാക്കാനുള്ളതല്ലെന്നാണ്. നടപ്പിലാക്കാൻ പറ്റുമെന്നും ഇതെല്ലാം കൃത്യമായി ചെയ്യാമെന്നും കാണിച്ചു കൊടുത്തതാണല്ലോ. എല്ലാ കാര്യവും ചെയ്തല്ലോ ആ സർക്കാർ. ഈ അഭ്യസ്ത വിദ്യരുടെ എണ്ണം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനങ്ങളൊന്നാണ് കേരളം. ബിരുദാനന്തര ബിരുദം നേടുന്നവരുടെയും ബിരുദാനന്തര ബിരുദം നേടുന്നവരുടെയൊക്കെ എണ്ണം ഓരോ വർഷം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് പ്രത്യേകമായൊരു കെയർ കൊടുക്കുമ്പോൾ ഒരു ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടേ ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ പ്രഖ്യാപനങ്ങൾ അതിന് കൂടി സഹായകരമാകുമെന്ന് കരുതുന്നുണ്ടോ? സ്കിൽ ഡെവലപ്മെൻറ്റ് നമ്മൾ കുറേയേറെ കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കുറച്ചുകൂടെ ഓറിയൻറ്റേഷൻ കൊടുക്കുന്ന തരത്തിലേക്ക് കുറച്ചുകൂടെ ഹൈ എൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നതിനുള്ളതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ ജനറൽ എഡ്യൂക്കേഷൻ നേരത്തെ കൊടുത്തെങ്കിൽ ഇപ്പം ഹയർ എഡ്യൂക്കേഷൻ റിസർച്ച് തുടങ്ങിയ മേഖലയിൽ നല്ല പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഹയർ എഡ്യൂക്കേഷൻ റിസർച്ച് ഡെവലപ്പ് ചെയ്താൽ മാത്രമേ ഈ ലോകത്തെല്ലായിടത്തേക്കും പോകുന്ന മലയാളി പൊക്കോട്ടെ, പക്ഷേ എല്ലായിടത്തുനിന്നും വന്ന് ഇവിടെ ജോലി ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് കേരളത്തിൻ്റെ എക്കോസിസ്റ്റം മാറ്റാൻ പറ്റുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ചില ഇൻ്റർനാഷണൽ സ്കൂളും മറ്റുമൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇപ്രാവശ്യം. അത് ഈ ബ്രെയിൻ ഡ്രെയിൻ തടയാൻ പറ്റും, സമർത്ഥരായ ഇവിടെ തന്നെ തടഞ്ഞു നിർത്താൻ. ബ്രെയിൻ ഡ്രെയിൻ പൂർണ്ണമായി തടയാൻ ഒരു ലോകത്തും പറ്റില്ല. ബ്രെയിൻ ഡ്രെയിൻ എന്ന് നമ്മൾ എടുക്കേണ്ട, ആളുകൾ പോവുക ചെയ്യും, പക്ഷേ അവർ തന്നെ തിരിച്ചുകൂടെ വന്നിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങളുണ്ടെങ്കിൽ ധാരാളം ആൾ പുറത്തുനിന്ന് വരുന്നുണ്ടല്ലോ. ഇപ്പം മറ്റ് സ്റ്റേറ്റുകാരും മറ്റ് രാജ്യക്കാരും വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിനുള്ള എക്കോസിസ്റ്റം, ഫെസിലിറ്റി, അതിനുള്ള ബേസ് നമ്മൾ ഇത്രയും ചെറുപ്പക്കാർ കൂടുതൽ പരിശീലിച്ച് വരിക തുടങ്ങിയ കാര്യങ്ങളാണ്. നമ്മൾ നേരിടുന്ന പ്രശ്നമൊന്നും അല്ല, ഇപ്പോൾ സഭയെടുത്ത് ചർച്ച ചെയ്യാനില്ല. ചെറുപ്പക്കാരുടെ എണ്ണം തൊഴിലില്ലാത്തവർ കൂടുന്നു എന്നല്ലേ, അല്ല, ചെറുപ്പക്കാരുടെ എണ്ണം കുറയുന്നു എന്നുള്ളതാണ് കേരളം നേരിടുന്ന പ്രശ്നം. ഇന്ന് നടത്തിയ പ്രഖ്യാപനങ്ങൾ ഏറ്റവും ജനകീയമായ, അല്ലെങ്കിൽ ജനങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുമെന്ന് അങ്ങ് കരുതുന്നത് ഇതിലെ ഏത് പദ്ധതിയാണ്? പലതരത്തിൽ പല പദ്ധതികളുണ്ട്. ഇപ്പം ഞാൻ പറയാം, ഏറ്റവും കൂടുതൽ സാധാരണക്കാർക്ക് ജോലി കിട്ടുന്ന ഈ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കാൻ ശ്രമിച്ചതിനെതിരെയുള്ള വലിയ ഫൈറ്റാണ് 1000 കോടി അതിനായിട്ട് മാറ്റിവെച്ചത്. വലിയ നമ്പരല്ല, പക്ഷേ അപകടത്തിൽപ്പെട്ട് വഴിയിൽ ആരും നോക്കാതെ കിടക്കുന്ന ആളുകൾക്ക് ലൈഫ് സേവർ എന്ന് പറഞ്ഞൊരു പദ്ധതി പ്രഖ്യാപിച്ചു. 5 ദിവസത്തേക്കുള്ള ചികിത്സ. പലപ്പോഴും ആശുപത്രി കൊണ്ടുപോയാൽ ആരും നോക്കാനില്ല, ചിലപ്പോൾ നല്ല സമ്പത്തുള്ളവരായിരിക്കും, ബന്ധുക്കളുണ്ടായിരിക്കും, ആരും വന്നില്ലെങ്കിൽ ഒരു സപ്പോർട്ടും കിട്ടില്ല. അങ്ങനെയുള്ള ഇൻഷുറൻസ് ഒന്നും ഇല്ലാത്ത ആളുകളെ ചികിത്സിക്കാൻ പറ്റുന്ന പദ്ധതി. അത് നമ്പർ കൊണ്ടല്ല, അതിൻ്റെ മാനവികത കൊണ്ടാണ്. ഗിഗ് തൊഴിലാളികളെ പോലുള്ളവർക്ക് നേരത്തെ ഇങ്ങനൊരു പരിഗണനയില്ല, അവർക്ക് വരുന്ന കാര്യമുണ്ട്. പിന്നെ സ്വാഭാവികമായും നമ്മുടെ ഹരിതകർമ്മസേന മുതൽ എല്ലാവർക്കും, അവർക്കുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ പ്രത്യേക കാര്യങ്ങൾ, ഇങ്ങനെ ഓരോ മേഖലയിലുമുണ്ട്.
എല്ലാ മേഖലയിലും നല്ല പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കേണ്ട പ്രാധാന്യം വളരെ പ്രധാനമാണല്ലോ, അത് കൊടുത്തു. തീർച്ചയായും ഈ അതിവേഗ റെയിൽ പദ്ധതിയുമായി മുമ്പോട്ട് പോകുന്നതിനെ വിമർശിക്കുന്നില്ല എന്ന് പ്രതിപക്ഷം പറയുന്നു. അതേസമയം റെയിലിന്റെ കാര്യത്തിൽ സംഭവിച്ച ഒരു അബദ്ധം ആവർത്തിക്കരുതെന്ന് പറയുന്നു. അപ്പോൾ ഈ പ്രാഥമികമായ ഒരു പഠനം പൂർത്തിയാക്കിയതിന് ശേഷമാണോ ഇങ്ങനെ ഈ ഒരു അതിവേഗ പാത തിരുവനന്തപുരം മുതൽ കാസർഗോഡ്? ഈ പ്രാഥമിക പഠനം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ഡീറ്റെയിൽസിലേക്ക് പോയുള്ള പഠനം അല്ലെങ്കിൽ ഒരു പഠനം നടത്തിയിട്ടുണ്ട്. ദേശീയ തലത്തിൽ നാഷണൽ അർബൻ ഡെവലപ്മെൻറ്റ് മിനിസ്ട്രിയാണ് ഇതിൻ്റെ നോഡൽ വകുപ്പ്. ഡൽഹി മീററ്റ് ഇപ്പോൾ ഈ പരിപാടി ഉണ്ട്. അതിൻ്റെയൊക്കെ പശ്ചാത്തലം വെച്ചിട്ട് അവരുടെ സപ്പോർട്ടൂടെ കിട്ടുമെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽസിലേക്ക് പോകേണ്ടി വരും. ഇൻ പ്രിൻസിപ്പൾ അപ്രൂവൽ നമ്മൾ കൊടുത്തു, ഡീറ്റെയിൽസ് നോക്കി ബാക്കി ചെയ്യണം. എന്തായാലും ഇത് തൂണുകളിൽ നിൽക്കുന്നതായിരിക്കും ജനറലി. മെട്രോയുടെ സൗകര്യം ഉപയോഗിക്കാം. മെട്രോയിലോടുന്ന അതേ പാളം തന്നെയാണ് ഇതിലും വരിക. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് മെട്രോയിൽ നിന്ന് കണക്ട് ചെയ്ത് രീതി വന്നു കഴിഞ്ഞാൽ ഈ ഇതിൽ കൂടെ പോയിട്ട് കൊച്ചി മെട്രോയിൽ ഉണ്ടെങ്കിൽ അത്രയും ദൂരം അതിൽ കൂടെ ഓടി. അപ്പോൾ മെട്രോയുടെ 10-50 കിലോമീറ്റർ അവിടെ ഉപയോഗിക്കും, ഇവിടെ ഉപയോഗിക്കും. അവിടുന്ന് കോഴിക്കോട് മെട്രോ ഉണ്ടെങ്കിൽ ആ മെട്രോ ഉപയോഗിക്കും. ഇങ്ങനെയൊക്കെയുള്ള സമ്മിശ്രമായ കാര്യമാണ്. റെയിൽവേ അല്ല, ഇത് ആദ്യഘട്ടം തൃശ്ശൂർ വരെയാണ് പ്ലാൻ ചെയ്യുന്നത്. ഈ ബജറ്റ് അവതരിപ്പിക്കുന്നതിന് തൊട്ട് തലേ ദിവസം നിർണായകമായ 2 പ്രഖ്യാപനങ്ങൾ വരുന്നു. അതിൽ കന്യാസ്ത്രീകൾക്ക് പെൻഷൻ നൽകാനുള്ള തീരുമാനം, ചൂരൽമലയിലെ ദുരന്തബാധിതരുടെ കടം എഴുതി തള്ളുന്നു. അതിന്റെ അർത്ഥം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല, ഇനി ചില കാര്യങ്ങൾ കൂടി പ്രഖ്യാപിക്കാൻ ഉണ്ടായിരുന്നാണോ? ക്ഷേമ പെൻഷൻ ഈ ബഡ്ജറ്റിനകത്തെല്ലാം വരേണ്ടതല്ല, ചില സാങ്കേതിക കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയും അങ്ങനെ ചില കാര്യങ്ങൾ, ക്ഷേമ പെൻഷൻ്റെ ഒന്നും അല്ല പറഞ്ഞത്. ഞങ്ങൾക്ക് ക്ഷേമ പെൻഷൻ്റെയൊക്കെ കാര്യത്തിനകത്ത് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടാനുള്ള പണത്തിൻ്റെ ഒരംശമെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഇതിനേക്കാൾ എത്രയും മെച്ചമായി ചെയ്യാറുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പോലും നമ്മളെ ശ്വാസം മുട്ടിച്ചിട്ട് പണം തരാതിരിക്കുക, എന്നാലും ഞങ്ങൾ കൊടുക്കാനുള്ളത് കൊടുക്കും. അതുകൊണ്ട് എല്ലാ പ്രഖ്യാപനങ്ങളും ഒന്നും വരില്ല. ബഡ്ജറ്റാണ് ഏറ്റവും മേജറായ പ്രഖ്യാപനങ്ങൾ വരുന്നത്. എന്നാൽ അത്യാവശ്യമുള്ള കാര്യങ്ങൾ, ഇതുപോലുള്ള ഭരണഘടനായ കാര്യങ്ങൾ ഇനിയും വരാം. അവസാനമായി ഒരു ചോദ്യം കൂടി, വളരെ ഇൻഫോർമലായ ഒരു കാര്യം. ധനവകുപ്പ് മറ്റൊരു വകുപ്പും പോലല്ല. ഇങ്ങനെ ഒരു നിർണായകമായ വകുപ്പ് കൈകാര്യം ചെയ്തപ്പോൾ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ച പിന്തുണ എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളിൽ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്ന് സപ്പോർട്ട് ഉണ്ടാവണമല്ലോ. കുടുംബം ഒക്കെ പൊതുവിൽ ഏത് സ്ഥലത്തായാലും, ഏത് വകുപ്പായാലും, ഏത് ജോലിയായാലും കുടുംബത്തിൽ നിന്ന് അതിനൊരു സപ്പോർട്ട് ഉണ്ടായില്ലെങ്കിൽ ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഒക്കെ നെഗറ്റീവായിട്ടുള്ള കാര്യമാണെങ്കിൽ നടക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ വിമർശനങ്ങൾ ഒരുപാട് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് വിമർശനങ്ങൾ ഭയങ്കരമായിട്ട് കേൾക്കും. പിന്നെ ധനകാര്യ വകുപ്പ് എന്ന് പറഞ്ഞാൽ അതിന് വിമർശനങ്ങളാണല്ലോ ഏറ്റവും കൂടുതൽ കേൾക്കുക. അപ്പം വളരെയധികം നന്ദി ഇത്രയും സമയം ഞങ്ങളോട് ചെലവഴിച്ചത്. ധനമന്ത്രി KN ബാലഗോപാലുമായി സംസാരിക്കുകയായിരുന്നു ഞങ്ങളുടെ പ്രതിനിധി ഡാൻ കുര്യൻ. ബജറ്റുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് ധനമന്ത്രി നൽകിയിട്ടുള്ളത്. നമുക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ഒരു ബജറ്റിനെ നമ്മൾ വിലയിരുത്തുമ്പോൾ ഏറ്റവും പ്രധാനം അടിസ്ഥാന വർഗത്തെ എങ്ങനെ ആ ബജറ്റ് കണ്ടിരിക്കുന്നു എന്നതാണ്. ഏറ്റവും വലിയ വിഭാഗമാണ്, അവർക്കുതകുന്ന എന്തൊക്കെ ആ ബജറ്റിലുണ്ട് എന്നതാണ് വളരെ പ്രധാനം. നമുക്കറിയാം, കേന്ദ്രത്തിനെതിരെ ഏറ്റവും ഒടുവിൽ ഈ സർക്കാർ പോർമുഖം തുറന്നത് തൊഴിലുറപ്പ് പദ്ധതിയിൽ വരുത്തിയ മാറ്റങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ ഇല്ലാതാക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിന്റെ പേരുമാറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തി വലിയ സമരം ആണ് സംസ്ഥാനം പ്രഖ്യാപിച്ചിരുന്നത്. അപ്പോൾ ആ വിഭാഗത്തോട് എങ്ങനെയാണ് സർക്കാർ ഈ ബജറ്റിൽ കരുതൽ കാട്ടുന്നത് എന്ന് നോക്കിയാൽ, സംസ്ഥാനത്തെ തൊഴിലുറപ്പ് പദ്ധതിക്ക് ആവേശം പകരുന്ന ഒരു പ്രഖ്യാപനമാണ് ധനമന്ത്രി KN ബാലഗോപാൽ നടത്തിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ തൊഴിലുറപ്പ് മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയാകുന്ന സാഹചര്യത്തിൽ പദ്ധതി കുറ്റമറ്റ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ 1000 കോടി രൂപ അധികമായി സംസ്ഥാന സർക്കാർ വകയിരുത്തിയിരിക്കുന്നു. കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതം വെട്ടിക്കുറയ്ക്കുന്നതിനെതിരെ രൂക്ഷമായ വിമർശനമുയർത്തിയ മന്ത്രി സാധാരണക്കാരുടെ ഉപജീവന മാർഗം സംരക്ഷിക്കാൻ സംസ്ഥാനം പ്രതിജ്ഞാബദ്ധമാണ് എന്ന് വ്യക്തമാക്കുക കൂടിയാണ് ഈ ബജറ്റ് അവതരണത്തിൽ ചെയ്തിരിക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതി ഏറ്റവും മികച്ച രീതിയിൽ നടപ്പാക്കുന്ന സംസ്ഥാനമാണ് കേരളമെന്നും കേന്ദ്രത്തിന്റെ തടസ്സങ്ങൾക്കിടയിലും പദ്ധതി കാര്യക്ഷമമായി നടപ്പാക്കാൻ ഈ അധിക തുക സഹായിക്കുമെന്നും ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി പറഞ്ഞു. സാധാരണക്കാരായ തൊഴിലാളികൾക്ക് വേതനവും തൊഴിൽ ദിനങ്ങളും ഉറപ്പാക്കുന്നതിൽ കേരളം രാജ്യത്തിന് മാതൃകയാകുമെന്ന പ്രഖ്യാപനത്തോടെയാണ് മന്ത്രി ഈ വിഹിതം ഇതിനുവേണ്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളെയും സംബന്ധിച്ച് ഇതൊരു തിരിച്ചടിയാണ്. പ്രത്യേകിച്ച് BJP ഇതര രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് അവിടെ കേരളം ഒരു മാതൃക സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ പ്രഖ്യാപനം ഇന്ന് നടത്തിയിരിക്കുന്നത്. കാർഷിക മേഖലയ്ക്ക് കരുതലായി രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ് മാറുന്നതുകൂടി നമ്മൾ കണ്ടു. സംസ്ഥാനത്തെ കാർഷിക രംഗം മെച്ചപ്പെട്ടുവെന്നും കാർഷിക മേഖലയ്ക്ക് പ്രത്യേക ഊന്നൽ നൽകുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. കാർഷിക മേഖലയ്ക്ക് 2024 കോടി രൂപയാണ്
ഈ ബജറ്റിൽ മാറ്റിവെച്ചിരിക്കുന്നത്. കേര പദ്ധതിക്ക് 1000 കോടി, നെല്ല് സംയോജിത പദ്ധതിക്ക് 150 കോടി, കാർഷിക സർവകലാശാലയ്ക്ക് 72 കോടി, സമഗ്ര പച്ചക്കറി കൃഷി വികസനത്തിനായി 78.45 കോടി, ഹൈടെക് കൃഷിക്ക് 10 കോടി, ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി 5.25 കോടി രൂപ എന്നിവയാണ് പ്രഖ്യാപിച്ചത്. യുവതലമുറയെ കൃഷിയിലേക്ക് ആകർഷിക്കാൻ പ്രത്യേക പദ്ധതികളും അവതരിപ്പിക്കുന്നുണ്ട്. ഫിഷറീസ് വകുപ്പിനെയും സംസ്ഥാന സർക്കാർ ചേർത്ത് നിർത്തി. മത്സ്യത്തൊഴിലാളികളുടെ ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതിക്ക് 10 കോടി രൂപ അനുവദിക്കും. ഫിഷറീസ് വകുപ്പിന് ആകെ 279.12 കോടി രൂപയാണ് പ്രഖ്യാപിച്ചത്. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന് 35.33 കോടി രൂപയും കേരള ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് സർവകലാശാലയ്ക്ക് 37.5 കോടി രൂപയും പ്രഖ്യാപിച്ചു. കേരളത്തിലെ കാർഷിക രംഗം 2011-12 മുതൽ തളർച്ചയിലായിരുന്നു. എന്നാൽ ഈ തളർച്ചയുടെ ഘട്ടത്തിൽ നാം കഴിഞ്ഞ 5 വർഷങ്ങളിൽ മറികടന്നു. കാർഷിക മേഖലയിലെ വളർച്ച ഇന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്നു. കേരള ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രി വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ കേര എന്ന ബൃഹത്തായ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കി വരുന്നു. കേരള പദ്ധതിക്കായി 100 കോടി രൂപ നീക്കിവെക്കുന്നു. നെല്ലിന്റെ സംഭരണ വില ഈ സർക്കാർ കിലോയ്ക്ക് 30 രൂപയായി വർദ്ധിപ്പിച്ചു. സർ കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്ന 95% നെല്ല് സർക്കാരാണ് സംഭരിക്കുന്നത്. നിലവിൽ PRS വായ്പാ രീതി ഒഴിവാക്കി പ്രാഥമിക സഹകരണ സംഘങ്ങൾ വഴി കർഷകർക്ക് സംഭരണ സമയത്ത് തന്നെ നേരിട്ട് പണം നൽകുന്ന പുതിയ ദ്വിതല സംഭരണ സംവിധാനമാണ് നടപ്പാക്കുന്നത്. കേരള ബാങ്കിന്റെ സാമ്പത്തിക സഹായത്തോടെയും ഡിജിറ്റൽ പോർട്ടലിന്റെ മേൽനോട്ടത്തിലും വരാനിരിക്കുന്ന സീസൺ മുതൽ തന്നെ ഈ സംവിധാനം നിലവിൽ വരും. നെല്ല് വികസന പദ്ധതികളുടെ സംയോജനത്തിനായി 150 കോടി രൂപ വകയിരുത്തുന്നു. സാർ സമഗ്ര പച്ചക്കറി കൃഷി വികസനത്തിനായി 78.45 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വിവിധ പദ്ധതികൾ ഏറ്റെടുക്കുന്നതിന് VFPCക്ക് 18 കോടി രൂപയും കൃഷി വകുപ്പിന്റെ വിവിധ പച്ചക്കറി വികസന പ്രവർത്തനങ്ങൾക്കായി 60.45 കോടിയും രൂപ ഉൾപ്പെടുത്തുന്നു. കർഷകരുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ വനം വന്യജീവി സംരക്ഷണത്തിന് 6 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. മനുഷ്യ വന്യജീവി സംഘർഷം തടയാൻ 100 കോടി രൂപയും വനസംരക്ഷണത്തിന്റെ അടിസ്ഥാന വികസനത്തിനായി 50 കോടി രൂപയും പ്രഖ്യാപിച്ചതുകൂടി ചൂണ്ടിക്കാട്ടുകയാണ്. ജനപക്ഷ പ്രഖ്യാപനമാണ് സർക്കാർ ബജറ്റിലൂടെ നടത്തിയിരിക്കുന്നത്. ക്ഷേമനിധിയിൽ അംഗങ്ങളായ ഓട്ടോറിക്ഷ ടാക്സി തൊഴിലാളികൾക്ക് വളരെ കുറച്ച് വിഹിതം ഈടാക്കിക്കൊണ്ട് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം, ഇപ്പോൾ ചികിത്സ സർക്കാർ ഇതര ആശുപത്രികളിൽ വലിയ ബുദ്ധിമുട്ടേറിയ കാര്യമായി സാധാരണക്കാരന് മാറുമ്പോൾ അവിടെ കുറഞ്ഞ വിഹിതം ഈടാക്കിക്കൊണ്ട് ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നു. ക്യാൻസർ, എയ്ഡ്സ് രോഗികളുടെ പ്രതിമാസ പെൻഷൻ 1000 രൂപയാക്കി ഉയർത്തിയ സംസ്ഥാനത്ത് 42 ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ മാനദണ്ഡങ്ങൾക്ക് പരിധിക്ക് പുറത്തുള്ള കുടുംബാംഗങ്ങൾക്കായി ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിക്കുന്നു. ചെറിയ തുക അടച്ചു ചേരാൻ കഴിയുന്ന ഇൻഷുറൻസ് പദ്ധതി ബജറ്റ് വർഷം തന്നെ നടപ്പാക്കും. ഇതിനായി 50 കോടി രൂപയാണ് നീക്കിവച്ചിരിക്കുന്നത്. സ്വർണ്ണപ്പണി, ലോഹപ്പണിക്കാർ, കൽപ്പണിക്കാർ, തച്ചുപണിക്കാർ, കരകൗശല തൊഴിലാളികൾ തുടങ്ങി പരമ്പരാഗത തൊഴിലാളികൾ ധാരാളമുള്ള ആർട്ടിസാൻസ് മേഖലയിലെ തൊഴിലാളികൾക്ക് സംരക്ഷണം ഉറപ്പുവരുത്താനുള്ള നീക്കങ്ങളുണ്ട്. ഇവരുടെ തൊഴിലുകൾ സംരക്ഷിക്കാനും ആധുനികവൽക്കരിക്കാനുമുള്ള സഹായം പ്രഖ്യാപിച്ചിരിക്കുന്നു. ആധുനിക തൊഴിലുപകരണങ്ങൾ വാങ്ങുന്നതിനായി സർക്കാർ സഹായം നൽകും. 50% സർക്കാർ സബ്സിഡിയോടുകൂടി ഈ ആധുനിക ഉപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള ധനസഹായം ലഭ്യമാക്കുന്ന പദ്ധതിക്കായി 5 കോടി രൂപയാണ് നീക്കിവച്ചിട്ടുള്ളത്. മൺപാത്ര നിർമ്മാണ മേഖലയെ പ്രോത്സാഹിപ്പിക്കാൻ 1 കോടി രൂപ അധികമായി നീക്കിവച്ചു. ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് മറ്റ് ഒരു ആശ്വാസം കൂടിയുണ്ട്. പരിസ്ഥിതി സൗഹൃദമായ ഇലക്ട്രിക് ഓട്ടോകൾ വാങ്ങാൻ താൽപ്പര്യമുള്ള തൊഴിലാളികൾക്ക് 40,000 രൂപ ധനസഹായമായി നൽകും. വായുമലിനീകരണം കുറയ്ക്കാനും തൊഴിലാളികളുടെ ഇന്ധനച്ചെലവ് ലാഭിക്കാനുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ മധ്യവർഗത്തെ സർക്കാർ എങ്ങനെ കരുതുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അവിടെ സർക്കാർ എടുത്തിട്ടുള്ള കരുതൽ നടപടികൾ എന്തൊക്കെയാണ് എന്ന് നോക്കിയാൽ സർക്കാർ ജീവനക്കാർക്ക് വമ്പൻ പ്രഖ്യാപനമാണ് സംസ്ഥാന സർക്കാരിന്റെ ഈ ബജറ്റിൽ ഉള്ളത്. 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതോടെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം വർദ്ധിക്കും എന്ന കാര്യം ഉറപ്പായിരിക്കുന്നു. സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശിക മാർച്ച് മാസത്തിനകം തീർക്കുമെന്ന് പറയുന്നു. DA കുടിശ്ശിക പൂർണ്ണമായും നൽകും എന്നതാണ് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞിരിക്കുന്നത്. ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് 3 മാസത്തിനകം ഈ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന ഒരു നിർദ്ദേശം കൂടിയുണ്ട്. അതും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു. നിലവിൽ അവശേഷിക്കുന്ന കുടിശ്ശിക മാർച്ച് മാസത്തെ ശമ്പളത്തോടൊപ്പം നൽകും എന്ന് മന്ത്രി പ്രഖ്യാപിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ആ പണം കുടിശ്ശിക കൈകളിലെത്തും എന്നത് ഉറപ്പാക്കുകയാണ് സർക്കാർ. സർക്കാർ ജീവനക്കാർക്ക് പുതിയ പെൻഷൻ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അഷ്വേഡ് പെൻഷൻ പദ്ധതിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അവസാന അടിസ്ഥാന ശമ്പളത്തിന്റെ
50% ഉറപ്പ് നൽകുന്നതാണ് ഈ അഷ്വേഡ് പെൻഷൻ പദ്ധതി. റീബിൽഡ് കേരളയ്ക്കായി 1000 കോടി രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നവകേരള സദസ്സ് വഴി ഉയർന്നു വന്ന അടിസ്ഥാന വികസന കാര്യങ്ങൾക്ക് 210 കോടി രൂപ വകയിരുത്തിയിരിക്കുന്നു. 11 ലക്ഷത്തോളം ആളുകൾക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പിന്റെ 2ാം ഘട്ടം പ്രഖ്യാപിച്ചിരിക്കുന്നു. മെഡിസെപ്പ് 2.0 ഏത് പ്രായത്തിലുള്ളവർക്കും യാതൊരു മെഡിക്കൽ പരിശോധനകളുമില്ലാതെ ഇതിൽ ക്യാഷ്ലെസ് ഇൻഷുറൻസ് സേവനം നൽകുന്നത് ഉറപ്പാക്കുന്നു. 104 വയസ്സുള്ള വ്യക്തി വരെ മെഡിസെപ്പിൽ നിന്ന് ഇൻഷുറൻസ് സേവനം സ്വീകരിച്ചിട്ടുണ്ട് എന്ന കാര്യം മന്ത്രി ചൂണ്ടിക്കാട്ടി. കൂടുതൽ കുടുംബാംഗങ്ങളെയും ആശുപത്രികളെയും ഉൾപ്പെടുത്തിയാണ് 2ാം ഘട്ടം നടപ്പാക്കാൻ പോകുന്നത്. ഫെബ്രുവരി 1 മുതൽ പദ്ധതി നിലവിൽ വരും. സംസ്ഥാന സർവീസ് ജീവനക്കാർക്കും പെൻഷൻകാർക്കുമായി നടപ്പിലാക്കിയ മെഡിസെപ്പ് ഇൻഷുറൻസ് പദ്ധതിയിലൂടെ ആകെ 2374 കോടി രൂപ വരുന്ന 13 ലക്ഷത്തോളം ക്ലെയിമുകളാണ് സെറ്റിൽ ചെയ്തത്. സാർ, മെഡിസെപ്പ് 1.0യുടെ പ്രവർത്തനം പരിശോധിച്ചും ഉയർന്നു വന്ന പരാതികൾ പരമാവധി പരിഹരിച്ചും തയ്യാറാക്കിയിട്ടുള്ള മെഡിസെപ്പ് 2.0 സർക്കാർ ഫെബ്രുവരി 1 മുതൽ നടപ്പിലാക്കുകയാണ് സാർ. ഇപ്പോൾ മെഡിസെപ്പിന്റെ 2ാം ഘട്ടം ഫെബ്രുവരി മുതൽ വരുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും സഹകരണ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും വിരമിച്ചവർക്കുമായി മെഡിസെപ്പ് മാതൃകയിൽ ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കും എന്നുകൂടി ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താണ് ഈ ബജറ്റിൽ സ്ത്രീകൾക്കും യുവാക്കൾക്കുമായി സർക്കാർ മാറ്റിവെക്കുന്നത്? വലിയ കരുതലാണ്. നമുക്കറിയാം, നേരത്തെ നമ്മൾ പരിശോധിച്ച അടിസ്ഥാന മേഖലയ്ക്ക് ഉണർവ് നൽകുന്ന തീരുമാനങ്ങളിൽ പലതും സ്ത്രീകളെ നേരിട്ട് ബാധിക്കുന്നവയുണ്ടായിരുന്നു. സ്ത്രീകളെ ഏറ്റവും സ്വാധീനിക്കുന്നവ അതിന്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. അങ്കണവാടി വർക്കർമാരുടെ പ്രതിമാസ വേതനം 1000 രൂപ ഉയർത്തിയത് അതിലൊന്നാണ്. അങ്കണവാടി ഹെൽപ്പർമാരുടെ പ്രതിമാസ വേതനം 500 രൂപ ഉയർത്തിയതും അതിൽ വരും. ഏറ്റവും കൂടുതൽ സ്ത്രീ തൊഴിലാളികൾ ഉള്ള മേഖലയാണ്. ആശാ വർക്കർമാരുടെ പ്രതിമാസ വേതനം 1000 രൂപ ഉയർത്തിയത് അതിൽ വരും. പ്രീ പ്രൈമറി അധ്യാപകരുടെ പ്രതിമാസ വേതനം 1000 രൂപ ഉയർത്തിയത് വരും. സ്കൂൾ പാചക തൊഴിലാളികളുടെ പ്രതിദിന വേതനത്തിലെ 25 രൂപ വർദ്ധിപ്പിച്ചത് അതിൽ വരും. ഇതൊക്കെ സ്ത്രീകളുടെ ദിവസ വരുമാനം കൂട്ടുന്ന തരത്തിൽ ഉള്ള പ്രഖ്യാപനങ്ങളാണ്. അത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നതാണ്. സ്ത്രീകൾക്കായുള്ള പ്രത്യേക കരുതലും ഈ ബജറ്റിൽ നമുക്ക് കാണാൻ പറ്റും. സ്ത്രീകൾക്ക് ആശ്വാസ പ്രഖ്യാപനങ്ങളാണ് ധനമന്ത്രി KN ബാലഗോപാലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അടുത്തിടെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച കോടി രൂപ വകയിരുത്തുമെന്നാണ് ധനമന്ത്രി അറിയിച്ചിരിക്കുന്നത്. ഏകദേശം 16 ലക്ഷത്തിലധികം ഗുണഭോക്താക്കളാണ് നിലവിൽ പദ്ധതിയുടെ ഭാഗമായി കണ്ടെത്തിയിട്ടുള്ളതെന്ന് ധനമന്ത്രി അറിയിച്ചിരിക്കുന്നു. ഇനി പദ്ധതിയുടെ ഭാഗമായി അധികം വൈകാതെ തന്നെ സ്ത്രീകൾക്ക് ധനസഹായം ലഭ്യമാകുമെന്ന ഉറപ്പാണ് ഇന്നത്തെ ബജറ്റ് അവതരണത്തോടുകൂടി ധനമന്ത്രി നൽകിയിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ആദ്യ ഗഡു ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പദ്ധതി എന്താണെന്ന് നോക്കിയാൽ 35-നും 59-നും ഇടയിലുള്ള മറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ അടക്കമുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റാത്ത സ്ത്രീകൾക്കാണ് ഈ പദ്ധതിയിൽ ആനുകൂല്യം ലഭിക്കുക. നിലവിൽ യാതൊരു ക്ഷേമ പെൻഷൻ പദ്ധതിയിലും ഉൾപ്പെട്ടിട്ടില്ലാത്തവർക്ക് മാത്രമേ ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അന്ത്യോദയ അന്ന യോജന, മുൻഗണനാ വിഭാഗം എന്നിവയിൽ ഉൾപ്പെടുന്ന സ്ത്രീകൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. ട്രാൻസ് വുമൺ വിഭാഗത്തിൽപ്പെടുന്നവർക്കും ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം എന്ന് പറഞ്ഞിരിക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയാണ് ഈ പദ്ധതി നടപ്പാക്കുക. പ്രതിമാസം 1000 രൂപ വീതം വർഷം തോറും 12,000 രൂപ ധനസഹായം നൽകുന്നു എന്നതാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത. കഴിഞ്ഞ ഡിസംബർ 22 മുതൽ പദ്ധതിക്ക് കീഴിൽ അപേക്ഷിക്കാനുള്ള വിൻഡോ ലഭ്യമായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ബജറ്റിൽ തുക വകയിരുത്തുന്നത്. ഇത് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ലഭ്യമായി തുടങ്ങും എന്ന വ്യക്തതയാണ് ഈ ബജറ്റ് അവതരണത്തിലൂടെ വരുന്നത്. സ്ത്രീകൾക്കായുള്ള മറ്റ് പ്രഖ്യാപനങ്ങൾ നോക്കിയാൽ സ്കിൽ കേന്ദ്രങ്ങൾ, പഞ്ചായത്തുകളിൽ സ്ത്രീകളുടെ തൊഴിൽ പരിശീലനത്തിനായി പ്രത്യേക സ്കിൽ കേന്ദ്രങ്ങൾ ആരംഭിക്കും എന്ന് പ്രഖ്യാപിക്കുന്നു. ഇതിനായി 20 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. തൊഴിലാളി വിശ്രമ കേന്ദ്രങ്ങൾ, ജോലി സ്ഥലങ്ങളിൽ സ്ത്രീ തൊഴിലാളികൾക്ക് വിശ്രമിക്കാൻ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഹബ്ബുകൾ നിർമ്മിക്കുമെന്നതാണ് പ്രഖ്യാപനം. വർക്ക് നിയർ ഹോം, അതും സ്ത്രീകളെ സംബന്ധിച്ച് വലിയ ആശ്വാസമാകുന്നതാണ്. വീടിനടുത്ത് തന്നെ ഇരുന്ന് ജോലി ചെയ്യാൻ സൗകര്യമൊരുക്കുന്ന വർക്ക് നിയർ ഹോം പദ്ധതി സംസ്ഥാനത്തെ 200 കേന്ദ്രങ്ങളിലേക്ക് വ്യാപിപ്പിക്കും എന്ന് പറയുന്നു. കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുടെ വിപുലമായ പ്രചാരവും വിതരണവും ലക്ഷ്യമിട്ടുള്ള മാർക്കറ്റിംഗ് വിതരണ ശൃംഖലയ്ക്ക് കുടുംബശ്രീ ലക്ഷ്യമിടുന്നു. സംസ്ഥാനത്തുടനീളമുള്ള വെയർഹൌസുകൾ, പ്രോഡക്റ്റ് ബ്രാൻഡിംഗ്, ഡിസ്ട്രിബ്യൂട്ടർമാരുമായുള്ള ബന്ധം എന്നിവയിലൂന്നിയുള്ള പ്രവർത്തനമാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ബ്ലോക്ക് അടിസ്ഥാനത്തിലുള്ള ഫുൾഫിൽമെന്റ് സെന്ററുകൾ സ്ഥാപിക്കുകയും അവ
ഉൽപാദകരെയും ഡിസ്ട്രിബ്യൂട്ടർമാരെയും ബന്ധിപ്പിക്കുന്ന കണ്ണിയായി പ്രവർത്തിക്കുക എന്നതൊക്കെയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതിനായി 22 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. സ്ത്രീകൾ നേതൃത്വം നൽകുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണ യൂണിറ്റുകൾ സംസ്ഥാനമാകെ വ്യാപിപ്പിക്കാൻ സർക്കാർ പിന്തുണ നൽകുമെന്ന ഒരു വലിയ പ്രഖ്യാപനമുണ്ടാകുന്നു. പ്രാദേശിക തലത്തിൽ കമ്മ്യൂണിറ്റി കിച്ചണുകൾ വ്യാപകമാക്കുന്ന പദ്ധതിക്കും സർക്കാർ പിന്തുണ നൽകും. പ്രാദേശിക കാർഷിക ഉൽപ്പന്നങ്ങളെ ശാസ്ത്രീയമായ സംസ്കരണത്തിലൂടെ പ്രീമിയം ബ്രാൻഡുകളാക്കി മാറ്റുന്നതിനും കുടുംബശ്രീ അംഗങ്ങൾക്ക് ആഗോള വിപണിയിൽ മത്സരിക്കാൻ ആവശ്യമായ പരിശീലനം നൽകുന്നതിനുമുള്ള പദ്ധതിയും പ്രഖ്യാപിച്ചിരിക്കുന്നു. സ്വകാര്യ പങ്കാളിത്തത്തോടെയും സ്റ്റാർട്ടപ്പുകളുടെയും സഹായത്തോടെ നടപ്പിലാക്കുന്ന ഈ പദ്ധതിക്കായി 10 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. ആയിരക്കണക്കിന് സ്ത്രീകൾക്ക് സ്വന്തം നാട്ടിൽ തന്നെ മികച്ച വരുമാനവും മാന്യമായ തൊഴിലവസരവും സൃഷ്ടിക്കാൻ ഇത് ഉപകരിക്കുമെന്നതാണ് കരുതുന്നത്. വനിതാ സഹകരണ സംഘങ്ങൾക്കും വനിതാ ഫെഡിനുമായുള്ള സഹായത്തിന് 3.54 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. സംസ്ഥാനത്ത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒരു പുതിയ പദ്ധതി പ്രഖ്യാപിക്കുന്നു. ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി വിദ്യാഭ്യാസം സൗജന്യമാക്കുന്ന ഒരു പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നു സർക്കാർ. നിലവിൽ +2 വരെയുള്ള സൗജന്യ വിദ്യാഭ്യാസമാണ് സംസ്ഥാനത്തുണ്ടായിരുന്നത്. അപ്പോൾ അതൊരു വലിയ പ്രഖ്യാപനമാണ്. അതും രാജ്യത്തിന് തന്നെ മാതൃകയാകുന്നതാണ്. അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത ഡിഗ്രി ആകുന്ന ഘട്ടം വരുമ്പോൾ അത് വരെയുള്ള പഠനം സൗജന്യമാക്കുന്ന തരത്തിലുള്ള ഒരു വലിയ നിർണായക പ്രഖ്യാപനം ഇന്നത്തെ ബജറ്റിൽ ഉൾപ്പെടുകയാണ്. കണക്ട് ടു വർക്കിന് 400 കോടി വകയിരുത്തിയിരിക്കുന്നു. അപ്പോൾ മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പിനായി 400 കോടി രൂപ മാറ്റിവെച്ചിരിക്കുന്നു എന്നത് യുവാക്കളെയൊക്കെ സ്വാധീനിക്കുന്നതാണ്. വിവിധ വിഷയങ്ങളിൽ വൈവിധ്യമുണ്ടായിരിക്കുകയും എന്നാൽ തൊഴിൽ ലഭ്യമാകാതിരിക്കുകയും ചെയ്യുന്ന 18നും 30നും ഇടയിലുള്ളവർക്കുള്ള ക്ഷേമ പദ്ധതിയാണ് ഈ കണക്ട് ടു വർക്ക് എന്ന് പറയുന്നത്. നമ്മുടെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഉണ്ടായിരുന്ന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകളിൽ പലതിന്റെയും പ്രവർത്തനങ്ങൾ മന്ദീഭവിച്ചു പോവുകയോ നിന്നു പോവുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ നാടിനാകെ ഉണർവ് നൽകുന്ന ക്ലബ്ബുകളെ ശക്തിപ്പെടുത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ക്ലബ്ബുകൾക്ക് പ്രതിവർഷം 10,000 രൂപ പ്രവർത്തന ഗ്രാന്റ് നൽകുന്ന ഒരു പദ്ധതിയും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അങ്ങനെ സ്ത്രീകളെയും യുവാക്കളെയും ഒക്കെ ചേർത്ത് നിർത്തുന്ന പല പ്രഖ്യാപനങ്ങളും ഈ ബജറ്റിന്റെ ഭാഗമായിരിക്കുന്നു. ഇനി വയോജനങ്ങൾക്ക് എന്തുണ്ട് നോക്കാം. രാജ്യത്തെ വയോജനങ്ങളുടെ സംരക്ഷണത്തിൽ വിപ്ലവകരമായ ചുവടുവയ്പുമായി ഇന്ത്യയിൽ ആദ്യമായി ഒരു പ്രത്യേക വയോജന ബജറ്റ്, എൽഡർലി ബജറ്റ് അവതരിപ്പിച്ച് കേരളം ചരിത്രം കുറിച്ചിരിക്കുകയാണ്. സംസ്ഥാന ജനസംഖ്യയുടെ വലിയൊരു വിഭാഗം മുതിർന്ന പൗരന്മാരാണെന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടാണ് ധനമന്ത്രി KN ബാലഗോപാൽ ഈ മാതൃകാപരമായ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. 2026 കണക്ക് പ്രകാരം കേരളത്തിലെ മുതിർന്ന പൗരന്മാരുടെ എണ്ണയുടെ 10 എന്ന് ബജറ്റ് അവതരണത്തിൽ ധനമന്ത്രി പറയുകയാണ്. അപ്പോൾ രാജ്യത്ത് ആദ്യമായി ആ ഒരു വലിയ വിഭാഗത്തെ അഡ്രസ് ചെയ്തുകൊണ്ട് ബജറ്റിന്റെ ഒരു ഭാഗം മാറ്റിവെക്കുകയാണ്. വയോജന കമ്മീഷൻ ആദ്യമായി സംസ്ഥാനത്താണ് വയോജന കമ്മീഷൻ രൂപീകരിച്ചത്. ആ സംസ്ഥാനം തന്നെ അതിൽ ബജറ്റിലും പ്രത്യേക കരുതൽ വയോജനങ്ങൾക്കായി നൽകുന്നു. വയോജനങ്ങളുടെ പ്രശ്നങ്ങളും അവരുടെ സംരക്ഷണവും ഗൗരവത്തോടെ സർക്കാർ കാണുന്നുവെന്നും അതുകൊണ്ട് തന്നെ ആണ് ഇത്തവണ എൽഡർലി ബജറ്റ് എന്ന പുതിയ ഒരു പ്രമാണം കൂടി ബജറ്റ് രേഖകൾക്കൊപ്പം അവതരിപ്പിക്കുന്നതെന്നും ധനമന്ത്രി പറഞ്ഞു. സാർ, തൊഴിലാളികൾക്കും കൃഷിക്കാർക്കും മറ്റ് അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾക്കും കരുതലാവുന്ന ക്ഷേമ പരിപാടികൾ പ്രഖ്യാപിക്കാനും നടപ്പിലാക്കാനും അവരുടെ സർക്കാർ അധികാരത്തിലിരിക്കുമ്പോഴല്ലേ കഴിയൂ. മറ്റാർക്കും കഴിയാത്തതുകൊണ്ടാണ് ഞങ്ങൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്. അപ്പോൾ എൽഡർലി ബജറ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ് കേരളത്തിൽ നേരത്തെ ജെൻഡർ ബജറ്റിംഗ്, ലിംഗാധിഷ്ഠിതമായ ബജറ്റ് സമ്പ്രദായം കാര്യക്ഷമമായി നടപ്പാക്കുന്നതിൽ മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് സുപ്രധാനമായ പങ്കുവഹിച്ചിട്ടുണ്ട്. സ്ത്രീകളുടെ ശാക്തീകരണവും തൊഴിലവസരങ്ങൾ, സുരക്ഷ എന്നിവ ലക്ഷ്യമാക്കിയാണ് അത്തരം സമീപനം ഉണ്ടായിരുന്നത്. അതിനെ ചുവട് പിടിച്ച് തന്നെയാണ്, അല്ലെങ്കിൽ അതിന്റെ ഭാഗം, അതിന്റെ ഒരു തുടർച്ച എന്നൊക്കെ പറയാം. ഇപ്പോൾ വയോജനങ്ങൾക്കായും ഇത്തരം ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിന്റെ പ്രഖ്യാപനമുണ്ടാകുന്നു. അവർക്ക് പ്രത്യേക ബജറ്റ് രേഖയായി തന്നെ അത് മാറുന്ന വലിയ പ്രഖ്യാപനം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. വയോജനങ്ങൾക്ക് വേണ്ടി വലിയ പ്രഖ്യാപനങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ നടത്തുന്നത്. ഈ സർക്കാരിന്റെ കാലാവധി പൂർത്തിയാകുമ്പോൾ 54,000 കോടി രൂപ പെൻഷനായി വിതരണം ചെയ്യുമെന്ന പ്രഖ്യാപനം സാധാരണക്കാരായ വയോജനങ്ങൾക്ക് നൽകുന്ന ഉറപ്പ് വളരെ വലുതാണ്. കേരളത്തെ ഒരു വയോജന സൗഹൃദ സംസ്ഥാനമായി മാറ്റാനുള്ള കൃത്യമായ റോഡ് മാപ്പാണ് ഈ ബജറ്റ് മുന്നോട്ട് വെക്കുന്നത്. ജനക്ഷേമത്തിനും പ്രഖ്യാപനങ്ങൾക്കും ഏറെ സമയം മാറ്റിവെച്ചെങ്കിലും ഇടത് സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായ 2,500 രൂപ പ്രതിമാസ ക്ഷേമ പെൻഷൻ എന്നതിലേക്ക് ധനമന്ത്രി എത്തിയിട്ടില്ല എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ഇതാണ് ബജറ്റിൽ അടിസ്ഥാന വർഗത്തിന്, മധ്യവർഗത്തിന്, വയോജനങ്ങൾക്ക്, സ്ത്രീകൾക്ക്, യുവാക്കൾക്ക്, ക്ഷേമത്തിന് ഒക്കെയായി മാറ്റിവെച്ചിരിക്കുന്ന കാര്യങ്ങൾ.
ബജറ്റ് കഴിയുമ്പോൾ പ്രതിപക്ഷം എന്തായാലും തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനെതിരെ രംഗത്ത് വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ബജറ്റിൽ ജനങ്ങൾ ആരും വിശ്വസിക്കുന്ന ഒന്നുമില്ല എന്നതാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞത്. പൂച്ച പെറ്റുകിടക്കുന്ന ഖജനാവും നിരന്തരമായ പ്ലാൻ സെസ് കട്ട് ചെയ്യലും കൊണ്ട് വിശ്വാസ്യത തകർന്ന ഒരു ധനകാര്യ സംവിധാനം നിലനിർത്തുന്ന ഈ സർക്കാർ അവതരിപ്പിച്ച ബജറ്റ് ജനങ്ങൾ ആരും വിശ്വസിക്കില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. 10 കൊല്ലം ചെയ്യാതിരുന്ന ചില കാര്യങ്ങൾ ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുകയാണ്. 10 വർഷം പൂർണ്ണമായും പരാജയപ്പെട്ട മേഖലകളിൽ മാറ്റമുണ്ടാകുമെന്നുള്ള അവകാശവാദമാണ് നടത്തുന്നത് എന്ന വിമർശനമാണ് വി.ഡി. സതീശൻ നടത്തിയത്. പൂച്ച വിറ്റുകിടക്കുന്ന ഖജനാവും നിരന്തരമായ പ്ലാൻ സൈസ് കട്ടിയലും കൊണ്ട് വിശ്വാസ്യത തകർന്ന ഒരു ധനകാര്യ സംവിധാനം നിലനിർത്തുന്ന ഈ സർക്കാർ അവതരിപ്പിച്ച ബജറ്റിൽ ജനങ്ങൾ ആരും വിശ്വസിക്കില്ല. കാരണം 10 വർഷം ചെയ്യാതിരുന്ന ചില കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള പ്രഖ്യാപിക്കുകയാണ്. 10 വർഷം പൂർണ്ണമായി പരാജയപ്പെട്ട മേഖലകളിൽ മാറ്റമുണ്ടാകുമെന്നുള്ള അവകാശവാദമാണ്. അനാവശ്യമായ രാഷ്ട്രീയം കലർത്തിയിരിക്കുന്നു ബജറ്റിൽ എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. മാത്രവുമല്ല, ഇത് ഇനി വരാനിരിക്കുന്ന സർക്കാരിന്റെ മേൽ ബാധ്യത ഉണ്ടാക്കുന്ന പ്രഖ്യാപനങ്ങളാണ്. ഈ ശമ്പള പരിഷ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സർക്കാർ നടത്തിയിരിക്കുന്നതെന്ന കുറ്റപ്പെടുത്തലാണ്. അതേസമയം കേരളത്തിൽ ധനസ്ഥിതിയുടെ കാര്യത്തിൽ നല്ല പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്നതാണ് പ്രതിപക്ഷ വിമർശനത്തിന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ മറുപടി നൽകുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് പണം ലഭിക്കാനുണ്ടെന്നും ആ പ്രശ്നം നിലനിൽക്കുന്നുണ്ട് എങ്കിലും മുന്നോട്ട് പോകാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നതാണ് ധനമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന മറുപടി. സാധാരണക്കാർക്ക് അവരുടെ വരുമാനം ഉറപ്പാക്കുന്നതിൽ ഇടപെടൽ നടത്തേണ്ടതുണ്ട്. ആ തരത്തിലുള്ള ഇടപെടലുകളാണ് നടത്തിയിട്ടുള്ളത് എന്നതാണ് ധനമന്ത്രി പറയുന്നത്. സംസ്ഥാനത്തിന്റെ സമഗ്ര വികസനത്തിനും സർവ്വമേഖലയിലെ ജനങ്ങളുടെ ക്ഷേമത്തിനും പരിഗണന നൽകുന്ന ജനകീയ ബജറ്റാണ് ധനമന്ത്രി ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. ആധുനികവും വികസിതവുമായ മധ്യവരുമാന സമൂഹമായി കേരളത്തെ മാറ്റാനാണ് LDF സർക്കാർ കഴിഞ്ഞ 10 വർഷമായി പരിശ്രമിക്കുന്നത് എന്നതാണ് മുഖ്യമന്ത്രി ഈ ബജറ്റിന് ശേഷം അവകാശപ്പെട്ടിരിക്കുന്നത്. ഇന്നത്തെ ബജറ്റിൽ അവതരിപ്പിക്കപ്പെട്ട നിർദ്ദേശങ്ങൾ കൂടി വേഗത്തിൽ നടപ്പിലാകുന്നതോടെ സംസ്ഥാനത്തിന് സമഗ്ര പുരോഗതി സാധ്യമാകും. കഴിഞ്ഞ 10 വർഷമായി നടപ്പാക്കാൻ കഴിയാത്തത് ഇപ്പോൾ ബജറ്റിൽ പ്രഖ്യാപിച്ചു എന്ന തരത്തിൽ ചില പ്രതികരണങ്ങൾ ഉണ്ടായി. അത് ഏതോ നിരാശയിൽ നിന്നും ഉടലെടുത്ത ബാലിശമായ ആരോപണം മാത്രമാണ് എന്നതാണ് മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന വലിയ പ്രഖ്യാപനങ്ങൾ എന്നത് മുഖ്യമന്ത്രി എടുത്തു കാട്ടുക കൂടി ചെയ്തു. അത് നേട്ടമായി തന്നെ അവതരിപ്പിക്കുന്ന ഒരു പ്രതികരണമാണ് ബജറ്റിന് ശേഷം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും സമഗ്ര മേഖലയും പരാമർശിക്കുന്ന ആശ്വാസം പകരുന്ന ബജറ്റാണ് ഇത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഫെഡറലിസത്തിനും ഭരണഘടനാ മൂല്യങ്ങൾക്കും നേരെ കേന്ദ്ര സർക്കാർ നടത്തിവരുന്ന കടന്നാക്രമണങ്ങൾക്കെതിരെയുള്ള ശക്തമായ രാഷ്ട്രീയ മറുപടി കൂടിയാണ് ഈ ബജറ്റിലൂടെ കേരളം നൽകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ചെറുത്തുനിൽപ്പായി നമുക്ക് ഈ ബജറ്റിനെ കാണാം. അപ്പോഴും ഇത് ആരുടെ ബാധ്യത, സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സാഹചര്യത്തിൽ എത്രമാത്രം പ്രായോഗികം എന്ന ചോദ്യങ്ങൾ ബാക്കിയാണ്. ഇതാണ് ഇന്നത്തെ ബജറ്റിന്റെ ഒരു ആകെ തുക. നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം ലൈവ് അറ്റ് 6 കാണാം. എല്ലാ പ്രേക്ഷകർക്കും നന്ദി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.